വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത, തുറന്ന വാതിൽ അടച്ചിരിക്കുന്നു. ഇവിടെയാണെന്ന് അറിയാമോ? സെക്രട്ടേറിയറ്റിൽ വീണ്ടും മാധ്യമ നിയന്ത്രണം. അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് പോലും അനുമതിയില്ലാതെ ഇനി പ്രവേശനം അനുവദിക്കില്ല. ടിൻഡുദാസ് അടിപൊളി. അപ്പൊ വി.ഡി. സതീശ മേനോൻ സർക്കാർ ഭരണം തുടങ്ങി. പിണറായി വിജയന്റെ കാലഘട്ടത്തില് കഴിഞ്ഞ 10 വർഷമായിട്ട് തുറക്കാൻ സമ്മതിച്ചിട്ടേയില്ല. അവിടെ രാജഭരണമായിരുന്നു, അരാജക ഭരണമായിരുന്നു, പിണറായി വിജയന്റെ ധിക്കാരപരമായിട്ടുള്ള ഭരണമായിരുന്നു. ആ ഭരണത്തിന്റെ ഭാഗമായിട്ട് കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയായിരുന്നു ഒരു വാതിൽ, ഒരു ഗേറ്റ്, സമര കവാടം എന്ന് വിളിപ്പേരുള്ള ഒരു ഗേറ്റ്. ആ ഗേറ്റ് ഇതാ തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? കേട്ടിട്ടില്ല? കേൾക്കണ്ടേ? അത്തരം വാർത്തകളല്ല നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങൾ അങ്ങനെ വാർത്തകൾ കേൾക്കാതിരിക്കുമ്പോൾ അത്തരം വാർത്തകൾ നിങ്ങൾ കേൾക്കണമെന്ന് എന്നെപ്പോലുള്ള ചില ആളുകളൊക്കെ വാശി പിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ വാർത്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. കാരണം അങ്ങനെയൊന്നും മറന്നു പോകരുത്, ഒന്നും മറക്കരുത് കേട്ടാ, മറക്കുവാൻ പാടില്ല. സമര കവാടം 10 വർഷത്തിന് ശേഷം തുറന്നു. കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ ഗേറ്റ് തുറന്നത്. അതാണ് എനിക്കിഷ്ടമായി. കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിലാണ് ആ ഗേറ്റ് തുറന്നത്. വി.ഡി. സതീശ മേനോൻ ഭരിക്കാൻ പോകുന്നു. ഇനി ജനങ്ങൾക്ക് ഈസി ആയിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് ചെല്ലാം. ആരെയും പേടിക്കണ്ട. പിണറായി വിജയനെ പോലെ മുരട്ടു സ്വഭാവമുള്ള ആളല്ല വി.ഡി. സതീശ മേനോൻ എന്ന് പറയുന്ന ഒരു ചിത്രം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ആദ്യ നാടകമായിരുന്നു എന്റെ പ്രിയ സുഹൃത്തുക്കളെ. സമര കവാടം കഴിഞ്ഞ 10 വർഷമായിട്ട് തുറന്നിട്ടേയില്ല എന്ന് പറയുന്ന ഒരു നുണപ്രചരണം. അതുതാ ഇപ്പതേത് ചാനല്, ഏഷ്യാനെറ്റ് പോലും അങ്ങനെയാ ഏഷ്യാനെറ്റ് അങ്ങനെ പറയൂ, അത് വേറെ കാര്യം കേട്ടോ. അവരങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ കഴിഞ്ഞ 10 വർഷമായിട്ട് അടയ്ക്കപ്പെട്ടിരുന്ന സമര കവാട ഇതാ കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ ശ്രമഫലമായി തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗേറ്റ് ഒക്കെ നോക്കി എന്നാ വർഷത്തേക്ക് നീക്കി. അമൃത മുരളി വിവരങ്ങളുമായി ചേരുന്നു. വേഗം കൊടുക്കും മുരളി വേഗം പറ. ഈ പറയണ്ട. സെക്രട്ടേറിയറ്റിലെ പ്രധാന കവാടം നോർത്ത് ഗേറ്റ്, ഈ സമര ഗേറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഗേറ്റ് ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ആദ്യം കുറച്ചുനാൾ ഈ ഗേറ്റ് തുറന്നു കിടന്നിരുന്നു. പിന്നീട് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ ഗേറ്റ് അടച്ചത്. അത് എന്താ പറഞ്ഞേ? സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ആ ഗേറ്റ് അടച്ചത് എന്നർത്ഥം. സുരക്ഷ ഒരു പ്രശ്നം തന്നെയല്ലേ? അത് പിണറായി വിജയനായാലും വി.ഡി. സതീശനായാലും അച്യുതാനന്ദനായാലും ഉമ്മൻചാണ്ടി ആയാലും സുരക്ഷ മുഖ്യമന്ത്രിമാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അത് എല്ലാ മന്ത്രിമാർക്കും പറഞ്ഞിട്ടുള്ളതാണ്. അവർ അതീവ സുരക്ഷിതരായിട്ട് തന്നെ ഇവിടെ ജീവിക്കണം. നമ്മൾ തെരഞ്ഞെടുത്ത വ്യക്തികളാണ്, അവരവിടെ നിന്ന് ഭരിക്കണം. അപ്പോൾ അവരുടെ സുരക്ഷയ്ക്ക് വിഘാതമായി ബാധിക്കുന്നത് എന്തും അടയ്ക്കപ്പെടുക തന്നെ ചെയ്യും. ഇപ്പൊ തന്നെ എനിക്ക് വലിയ ബന്ധവോസൊന്നും വേണ്ട, എനിക്ക് വലിയ കാറും ജീപ്പും ആംബുലൻസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ആള് ഇപ്പൊ 20 എന്താ പറയാ അകമ്പടി വാഹനവുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ആരും കണ്ടില്ലായിരുന്നോ? നിങ്ങൾ മാധ്യമങ്ങളൊന്നും ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ലേ? നിങ്ങൾക്ക് ആ വാർത്ത ഒന്നും വേണ്ട. പിണറായി വിജയൻ പോകുന്നതിന് പിന്നാലെ മാത്രം നിങ്ങൾക്ക് ക്യാമറ തൂക്കി പോയാൽ മതിയോ? ഇതൊന്നും നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലേ? കൊടുക്കണമെന്നേ. നിങ്ങൾ അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ ചിലപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ എത്തിക്കും. അതെ, അന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ, ഇപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും ചിലപ്പോ ഈ വാർത്ത ആരും കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഇതൊന്ന് കാണും. ഗേറ്റിന് മുന്നിൽ വെച്ചിരുന്ന ഈ ബാരിക്കേഡും മറ്റുമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇന്നലെ സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ ഗേറ്റ് തുറന്നത്. ഇന്നലെ ഈ ഗേറ്റ് ആഘോഷം അതിങ്ങനെ ആവർത്തിച്ച് പറയണം. കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ ഭാഗമായിട്ടാണ്, നേതൃത്വത്തിലാണ് ആ ഗേറ്റ് തുറന്നതെന്ന് ആവർത്തിച്ച് പറയണമെന്നേ. എന്തോടാ അറിയോ? ആ ഗേറ്റ് പടച്ചു ആരുടെ നേതൃത്വത്തിലാണാവോ? അല്ലേ? അതുകൂടി അറിയണ്ടേ? ഈ കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൽ തുറക്കപ്പെട്ട ഗേറ്റ് എങ്ങനെ അടക്കിയ? ആരടക്കിയ? എന്തിനടക്കണം? കോൺഗ്രസ്സുകാരല്ലേ തുറന്നേ? സ്നേഹമുള്ള മനുഷ്യരല്ലേ തുറന്നേ? ആ സ്നേഹമുള്ള മനുഷ്യർ തുറന്ന ഗേറ്റ് എന്തിനാണ് വി.ഡി. സതീശ മേനോന്റെ നേതൃത്വത്തിൽ അടയ്ക്കപ്പെടുന്നത്? പ്രതിഷേധാർഹമല്ലേ? ആ കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ എന്താ പറയാ ചപ്പയ്ക്കടിക്കുന്ന പരിപാടിയില്ലേ, നാണം കെടുത്തുന്ന പരിപാടിയില്ലേ, അപമാനിക്കല്ലേ ചെയ്തിട്ടുള്ളത് ആ കോൺഗ്രസ് അനുകൂല സംഘടനകളെ? അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ തന്നെ അടക്കുക, എന്നിട്ട് നമ്മളെ വീട്ടുകാരെന്നെ കൊണ്ടുപോയിട്ട് തുറക്കുക.
നമ്മളെ തുറക്ക് നമ്മുടെ വീട്ടുകാരനെ കൊണ്ടുപോയിട്ട് അടയ്ക്കുക എന്നീ പറയുന്ന പരിപാടി അയ്യയ്യേ നാണക്കേടാണെന്നേ. ഈ ഉദ്യോഗസ്ഥരൊക്കെ തുറന്നത് എന്തായിരുന്നു? ഇപ്പൊ അവർ നമ്മോടൊപ്പം ഉണ്ട്. ഇത് 10 വർഷമായിട്ട് ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥർക്ക് അടക്കം അകത്തോട്ട് കയറാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആഘോഷപൂർവ്വമാണ് ഇന്നലെ ഗേറ്റ് തുറന്നത്. എന്താണ് ഒരു ഭരണമാറ്റത്തിന്റെ മൊത്തത്തിലുള്ള സൂചനയാണോ? കേരള ജനതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ ചടങ്ങ്. പടച്ചതൊക്കെ കേട്ട് ചിരിക്കാതിരിക്കാൻ പറ്റും. എടോ എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഇപ്പോൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുമല്ല അറിഞ്ഞായിരുന്നോ? ആ ഡയലോഗൊക്കെ അടിപൊളിയാ. കേരള ജനതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നതിന്റെ സൂചനയാണ് ഈ തുറക്കപ്പെട്ടത്. അപ്പൊ ഈ അടയ്ക്കപ്പെട്ടത് എന്താ? കേരള ജനതയുടെ സ്വാതന്ത്ര്യം ഇല്ലാതായി, വി ഡി സതീശനാൽ ഇല്ലാതായി എന്നതിന്റെ സൂചനയാണോ ഈ അടയ്ക്കപ്പെട്ടത്? അല്ല, ഇതിങ്ങനെ തുറക്കപ്പെട്ടത് ഇങ്ങനെയാണെങ്കിൽ അടയ്ക്കപ്പെട്ടത് അങ്ങനെയല്ലേ വ്യാഖ്യാനിക്കേണ്ടത്. അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റുകളെല്ലാം കൊട്ടിയടച്ച് ഒരു രാവണൻ കോട്ടയാക്കി മാറ്റിയ LDF സർക്കാരിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ നടപടിക്കെതിരെ പ്രതീകാത്മകമായിട്ടും മാത്രമല്ല യാഥാർത്ഥ്യമായിട്ടും കൂടി ഒരു സ്വാതന്ത്ര്യം ജനതയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തി. പിണറായി വിജയൻ അടച്ചപ്പോ പിണറായി വിജയൻ രാവണനായിരുന്നുവെങ്കിൽ VD സതീശ മേനോനെ അതടച്ചേ. VD സതീശ മേനോനെ നിങ്ങൾ എന്ത് വിളിക്കും? ഒന്ന് പറയുന്നേ. നമ്മളെന്തായാലും ഒന്നും വിളിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്നാ പേരിട്ട് വിളിക്കും? പിണറായി വിജയൻ നിങ്ങൾക്ക് രാവണൻ കോട്ടയായിട്ടാണ് നിങ്ങൾ അതിനെ കണ്ടേ. ഇപ്പൊ അത് VD സതീശനും അത് അടച്ചിരിക്കുന്നു. നിങ്ങൾ എന്നാ പേരിട്ട് വിളിക്കും? ഒന്ന് പറയൂന്നേ, കേൾക്കാനുള്ള താല്പര്യം കൊണ്ടുപോവാ. വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു ഉദ്യമത്തിൽ മുതിർന്നത്. ഇത് യഥാർത്ഥത്തില് ജനങ്ങളെ ഈ അധികാരികളുടെ അടുത്തേക്ക് പോകാതെ തടയണമെന്നുള്ള ദുരുദ്ദേശമായിരുന്നു അധികാരി വർഗത്തിന്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോ പറയുന്നത് VD സതീശ മേനോന് എതിരായിട്ടാണ് അല്ലേ? ആ അധികാരിയുടെ അടുത്തേക്ക് ആളുകൾ എത്തരുതെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ആ വാതിൽ അടയ്ക്കപ്പെടുന്നത്. പറഞ്ഞതൊക്കെ നെഞ്ചത്തേക്ക് നേരെ തിരിച്ചു കിട്ടുവാണല്ലോ. എന്തപ്പ ചെയ്യാണ്ടായിരുന്നത്. അപ്പൊ അത് ഒരിക്കലും UDF പോലെ ഒരു ഭരണ സംവിധാനത്തിൽ ഉണ്ടാകുകയില്ല എന്നും ജനങ്ങളെയും ജീവനക്കാരെയും അവിടെ വെച്ച് നിർത്താം. UDFന്റെ ഭരണകാലഘട്ടത്തില് ഇനി അത് അടക്കില്ല എന്നാണ് ആ പാവങ്ങൾ വിചാരിച്ചത്. ആ പാവങ്ങൾക്ക് അറിയില്ലല്ലോ ഇത് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ എങ്ങനെ നടന്നു പോകുന്നുള്ളത്. എന്തായാലും ആ പാവങ്ങൾ എന്താ പറഞ്ഞേ? UDFന്റെ കാലഘട്ടത്തില് ആ സമരഗേറ്റ് ഞങ്ങൾ അടയ്ക്കുകയില്ല അല്ലേ? അടയ്ക്കുകയില്ല അനുദിന അനുരാഗത്തിൻ അടയ്ക്കുകയില്ല. അങ്ങനത്തെ ഏതൊരു പാട്ടുണ്ടല്ലോ. എന്തിലൊക്കെ ആയിക്കോട്ടെ. എന്തായാലും അങ്ങനത്തെ ഒരു പാട്ടിന് പിന്നെ ഓർമ്മ വെച്ചാൽ പാടി തരണ്ടേ. എന്തായാലും ഇവരെന്താ വിചാരിച്ചത്? ഒരു കാലഘട്ടത്തിലും ഇത് അടക്കില്ല എന്നാണ്. പക്ഷേ അടച്ചു. ഇനി ആ വാർത്ത കേൾക്ക്. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത, തുറന്ന വാതിൽ അടച്ചിരിക്കുന്നു. ഇവിടെയാണെന്ന് അറിയാമോ? സെക്രട്ടേറിയറ്റിൽ വീണ്ടും മാധ്യമ നിയന്ത്രണം. അക്രഡിറ്റേഷനുള്ള മാധ്യമ പ്രവർത്തകർക്ക് പോലും അനുമതിയില്ലാതെ ഇനി പ്രവേശനം അനുവദിക്കില്ല. ടിൻഡുദാസ് ജെ നമുക്കൊപ്പം ചേരുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തായി? കുറച്ചു നേരത്തെ അവരെന്താ പറഞ്ഞേ? രാവണൻ കോട്ടയാക്കിയായിരുന്നു പിണറായി വിജയൻ. അപ്പൊ ഇപ്പൊ രാവണൻ കോട്ടയല്ലേ? പിന്നെന്താ പറഞ്ഞേ? ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുകയായിരുന്നു തുറന്നതിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ സ്വാതന്ത്ര്യം എന്തായി? എന്താ വാടകയ്ക്ക് കൊടുത്താ? ഇനി അതും പോരാ. എന്താണ് ഇവിടെ എന്താണ് എല്ലാവർക്കും വളരെ പരിപൂർണ സ്വാതന്ത്ര്യം അവിടേക്ക് കയറി ഇറങ്ങാൻ പറ്റും. ഇനിയോ സുഖിക്ക് പറഞ്ഞാൽ കഴിഞ്ഞത് മുഴുവൻ ഒക്കെ കോളമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? ഇനി എന്താ ടിൻഡുദാസിന് കേൾക്കാനുള്ളത്? ടിൻഡുദാസ്, തുറന്ന വാതിലുകൾ, മലർക്കെ തുറന്ന വാതിലുകൾ, അതായിരുന്നല്ലോ പ്രചാരണ വാചകം. അപ്പോൾ ആ തുറന്ന വാതിൽ ഹണിമൂൺ പീരീഡ് പൂർത്തിയായിട്ട് പോലുമില്ല, അതിനു മുൻപേ അടച്ചോ? എന്താണ് കാരണം? ഹണിമൂൺ പീരീഡാ? അങ്ങനെയൊക്കെ ഉണ്ടോ ഭരണത്തില്? ഹണിമൂൺ പീരീഡ് അടിപൊളി അല്ലേ? 30 ദിവസം ചിലപ്പോ ഹണിമൂൺ പീരീഡൊക്കെ അടിപൊളി. കൊള്ളാം പൊളി. എന്താ ഡയലോഗുള്ള പാർവതി, ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ സെക്രട്ടേറിയറ്റിൽ പൊതുജനങ്ങൾക്കുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. മുൻ സർക്കാരിന്റെ കാര്യത്തേതുപോലെ തന്നെ 3 മണി മുതൽ 5 മണി വരെയുള്ള ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അക്രഡിറ്റേഷൻ. അതിന്റെ ഇടയ്ക്ക് അങ്ങനെ സംഭവിച്ചായിരുന്നോ? ഞാനത് അറിഞ്ഞില്ല കേട്ടോ, ക്ഷമിക്കുക, ഞാനത് അറിഞ്ഞില്ല. പൊതുജനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നുള്ള വാർത്ത അറിഞ്ഞില്ല. നമ്മളെല്ലാവരും കണ്ടത് ആളുകൾ മുഴുവൻ എങ്ങനെ എന്താ പറയാ, ഈ ടെംപ്റ്റിയുടെ മേലെ ഈച്ച പൊതിഞ്ഞിരിക്കുന്ന മാതിരി ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചകളെ നമ്മളെല്ലാവരും കണ്ടത്. ഞാൻ വിചാരിച്ചത് അവിടെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ തിക്കി തിരങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത്ര ഒരാഴ്ച മുമ്പ് തന്നെ. പതുക്കെ ആയിരുന്നു. അല്ലാതെ അങ്ങനെയാണ്.
മെല്ലെ മെല്ലെ നിർത്തപ്പെടും. അതെ, എല്ലാവരും പറയുന്ന പോലെ തുടക്കത്തിൽ എൻ്റെ പൊന്നു ജനങ്ങളെ, വോട്ട് ചെയ്ത നാട്ടുകാരെ, തുടക്കത്തിൽ ചിലപ്പോൾ കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും. പിന്നെ ഇതൊരു ശീലാവേ. നമുക്ക് പിന്നെ ശീലാവും. KSRTC ഒക്കെ നിൽക്കും, തുടക്കത്തിലൊരു പ്രശ്നം ഉണ്ടാവും, പിന്നെ അതൊരു ശീലാവും. ബാക്കിയേക്കാം. മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ തന്നെ വകുപ്പിന്റെ പരിഗണനയിലുള്ള ഇൻഫർമേഷൻ വകുപ്പിന്റെ പരിഗണനയിലുള്ള കാര്യമാണ്. ഈ സന്ദർശകരുടെ സമയം, അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരുടെ സന്ദർശനമൊക്കെ മുഖ്യമന്ത്രി ബജറ്റിന്റെ തിരക്കിലായതിനാൽ തന്നെ ഈ കാര്യങ്ങളിലൊന്നും ഒരു അടിയന്തര തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ വിശദീകരണം ലഭിച്ചിട്ടുള്ളത്. ആദ്യം മുഖ്യമന്ത്രി അധികാരത്തിലെത്തിയതിനു ശേഷം ആ നോർത്ത് ഗേറ്റ് വാതിൽ തുറന്നതൊക്കെ വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു. അന്ന് മുഖ്യമന്ത്രി തന്റെ 1-ാം നമ്പർ കാറിലൂടെ ആ ഗേറ്റിന് പുറത്തേക്ക് വരുന്നതൊക്കെ വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ ആകർഷിച്ചതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരാഴ്ച, ഏതാണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കർശന ശരി, ആയിക്കോട്ടെ. അപ്പൊ എന്തായി? അവിടെ തടുക്കലൊക്കെ തുടങ്ങി എന്നർത്ഥം. കാര്യങ്ങളൊക്കെ ഹുദാഹവ എന്ന രീതിയിലാണ് ഇനി പോകാൻ പോകുന്നത് എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇനി വേണമെങ്കിൽ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ശരിക്ക് അവിടെ അടയ്ക്കപ്പെട്ടിരുന്നോ? അതുകൂടി നമ്മൾ അറിയണ്ടേ. അതറിയാതെ പോകുന്നത് അത്ര ശരിയായ പരിപാടിയുണ്ടല്ലോ. നോക്കിക്കോളൂ. ഈ കവാടം പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയായിരുന്നോ? സോളാർ സമരകാലം മുതൽ കോവിഡ് ലോക്ക്ഡൌൺ വരെ ഉത്തര കവാടത്തിൽ സംഭവിച്ചത് എന്താണ്? പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നോ യൂണിവേഴ്സിറ്റി കോളേജ് ഭാഗത്തു നിന്നോ ആരംഭിക്കുന്ന മിക്ക രാഷ്ട്രീയ ബഹുജന പ്രക്ഷോഭങ്ങളും വന്ന് അവസാനിക്കുന്നത് ഈ വാതിൽക്കലാണ്. ദശകങ്ങളായി കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ് കവാടത്തിന് സമരഗേറ്റ് എന്ന പേര് നൽകിയത്. ഈ കവാടം പൂർണ്ണമായി പൂട്ടുന്നത് മുൻ UDF സർക്കാരിന്റെ കാലത്തുണ്ടായ സോളാർ പ്രക്ഷോഭ കാലത്താണ്. ശരി, ഞാൻ അതൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് സരിതേനെ ഓർമ്മണ്ട, നിങ്ങൾക്ക് സോളാർ ഓർമ്മണ്ട, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഓർമ്മണ്ട. അന്ന് മുതൽ പരിപൂർണമായിട്ട് അടയ്ക്കപ്പെട്ടതാ. പിണറായി വിജയൻ അടച്ചതല്ല. ഈ നുണ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോഴേ ബൈ.